എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, നറേഷനും അതുപോലെ റൈറ്റപ്പും അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ രണ്ട് ഡിസ്കോഴ്സസിന്റെ ഫോമാറ്റ് നമുക്ക് നോക്കിയാലോ. എല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിൽ കയറുക, ജോയിൻ ചെയ്യുക. ഈ നോട്ട്സും ലൈവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഒരു യെല്ലോ ഹാർട്ട് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേടാ, നറേഷനും അതുപോലെ തന്നെ റൈറ്റപ്പും. അപ്പൊ നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സ്റ്റോറി ടെല്ലിംഗ്. ഒരു കഥ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? നറേഷൻ എന്ന് പറയുന്നത്. കഥ പറയാം. ഇപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളെ കഥ നമ്മൾ പറയുന്നതാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരാളെ കഥ നമ്മൾ കണ്ടത് വേറെ ആരോടെങ്കിലും പറയുന്നതാവാം. സോ അങ്ങനെ രണ്ട് തരത്തിലുള്ള നറേഷൻ ആവാം അല്ലെ. ചിലപ്പോ ആ സ്റ്റോറിയിൽ തന്നെയുള്ള ക്യാരക്ടേഴ്സ് വേറൊരു ക്യാരക്ടറിനോട് നറേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിന്റെ സ്റ്റോറി വേറെ ആരോടെങ്കിലും നറേറ്റ് ചെയ്യുന്നതാവാം. സോ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിൽ, രണ്ട് തരത്തിൽ നമ്മളോട് നറേഷൻ ചോദിക്കാറുണ്ട്. നറേഷന് ഹെഡിങ് എന്തല്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ, ഇറ്റ് നോട്ട് നെസസറി. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ആരോടാണ് നറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക അല്ലെ. യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, കൃത്യമായ കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇപ്പൊ ക്യാരക്ടേഴ്സ്, ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഇനി നമ്മളാണ് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി വേറൊരാളിലേക്ക് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ തേർഡ് പേഴ്സൺ ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ, മീ, മൈ, വി ഇതുപോലെയുള്ള പ്രൊണൗൺസ് യൂസ് ചെയ്യാം. ഇനി തേർഡ് പേഴ്സൺ ആണെങ്കിലോ ഷീ, ഹി, വി അല്ല, ഷീ, ഹി ഇതേപോലെയുള്ള പ്രൊണൗൺസ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഇനി ആ ഒരു സ്റ്റോറി നടക്കുന്ന സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റോറിയുടെ കറക്റ്റ് ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഐഡിയാസ് ഒക്കെ കറക്റ്റ് സീക്വൻസ് ചെയ്തിട്ട് വേണം, ആ ഇവന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് സീക്വൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു നറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് ഓർഗനൈസ് യുവർ ഐഡിയ, ആൻസർ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ് അല്ലെ. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടാവണം, ഒരു മിഡിൽ ഉണ്ടാവണം, ഒരു എൻഡ് ഉണ്ടാവണം. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു നറേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് നോ നീഡ് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻ. നറേഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു കഥ പറയാണ് അല്ലെ. സോ അവിടെ നമ്മുടെ ഒപ്പീനിയൻസോ അഭിപ്രായങ്ങളോ ഒന്നും നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണോ കഥയിൽ നടന്നത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നറേറ്റ് ചെയ്താൽ മതി. ആൻഡ് യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഇതാണ് നമ്മുടെ നറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മിസ് റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു തീം അല്ലെങ്കിൽ ഒരു ടോപ്പിക് തരും, അതിനെ ബേസ് ചെയ്തിട്ട് പാരഗ്രാഫ് എഴുതാനാണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കഥയല്ല. ഇപ്പൊ നമ്മുടെ സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു മെയിൻ ഇവന്റ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ സ്റ്റോറി ചിലപ്പോൾ ഒരു ധൈര്യത്തിനെ പറ്റി, കറേജിനെ പറ്റി പറയുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ സിമ്പതിനെ പറ്റി പറയുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം. ആ സ്റ്റോറിയുടെ മെയിൻ തീം തരും, എന്തെങ്കിലും ഒരു തീം തരും. ആ തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഥയിലെ കുറച്ച് ഇവന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു കുറിപ്പിനെയാണ് നമ്മൾ റൈറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡിങ് നിർബന്ധമാണ് റൈറ്റപ്പിൽ എന്തായാലും ഹെഡിങ് വേണം. പിന്നെ എന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ആ ടോപ്പിക്കിനെയും ആ ടോപ്പിക്ക് നമ്മൾ ടെക്സ്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററുമായിട്ടുള്ള റിലേഷനൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താം. ആൻഡ് ബോഡി പാരഗ്രാഫിൽ ആർഗ്യുമെന്റ്സ്, വ്യൂ പോയിന്റ്സ്, ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നറേഷൻ പോലെയല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ ആർഗ്യുമെന്റ്സും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിലുള്ള നിങ്ങളുടെ വ്യൂ പോയിന്റ്സും ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോഡി പാരഗ്രാഫിൽ യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൺക്ലൂഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫോക്കസ് മെയിൻലി ഓൺ ദ തീംസ് റാദർ ദാൻ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി. കഥയിലെ ഇവന്റ്സ് ഇങ്ങനെ എഴുതി നറേഷൻ പോലെ സമ്മറി പോലെ എഴുതി വെക്കാതെ കൂടുതൽ നമുക്ക് എന്താണോ തീം തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്, അത് നമ്മുടെ ഇവന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി യു ക്യാൻ ഇൻക്ലൂഡ് യുവർ ഒപ്പീനിയൻസ്. റൈറ്റപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സോ ഇതാണ് നമ്മുടെ നറേഷനും റൈറ്റപ്പും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇനി ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ എജു ബോർഡിന്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും ലൈവ് നടക്കുന്നുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങണ്ടേ? സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി നടക്കുന്ന ലൈവുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്തോളൂ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ലവ് യു ഓൾ. ബൈ.